അവിടെ നമ്മൾ കേട്ടതായ മൂന്നാമത്തെ വാദം 1931 ആലുവായിൽ വെച്ച് എലിയാസ്ത്രുതിയൻ ബാവ വട്ടശ്ശേരിൽ മൊർദിവൻ നാഷ്യൂഷിന്റെ മുടക്ക് നീക്കം ചെയ്യുകയും അദ്ദേഹത്തെ തിരികെ അംഗീകരിക്കുകയും ചെയ്തു. വിഭാഗങ്ങൾ പരസ്പരം അനുരഞ്ജനം നടത്തി. ഇത് സഭാചരിത്രകാരന്മാരായ കണിയാമ്പറമ്പിൽ അച്ഛനും മൂലയിൽ അച്ഛനും എൻഡോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചില വാദഗതികളാണ്. ഒന്നാമത് പറയാവുന്നത് ഇത് വസ്തുതയ്ക്ക് നിരക്കാത്ത ഒന്നാണ്. അപ്പോൾ അന്ന് മുതൽ മെത്രാൻ കക്ഷിയുമായി അന്നത്തെ പാത്രിയർക്കീസ് കക്ഷി എന്ന് വിളിക്കപ്പെട്ടിരുന്ന സുറിയാനി സഭ യോജിച്ച സഭയിൽ ആയി എന്ന് ഒരിക്കലും ഒരിടത്തും രേഖപ്പെടുത്താതെയും ഇപ്പോഴും ആ വിഭജനത്തിന്റെ അനന്തരഫലങ്ങൾ സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സത്യങ്ങളാണ്. അതുകൊണ്ട് 31 വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് തീർക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് അസത്യമായ ഒരു പ്രസ്താവനയാണ്. അതുണ്ടാകാഞ്ഞത് കൊണ്ടാണ് ഇപ്പോഴും സഭയുടെ ദുഃഖങ്ങൾക്ക് കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1931 പാത്രിയർക്കീസിന്റെ ആശ്ലേഷത്തിനും പ്രാരംഭ സ്വീകരിക്കലിനും ശേഷം വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്ക് യഥാർത്ഥത്തിൽ റദ്ദ് ചെയ്യപ്പെട്ടോ അദ്ദേഹത്തെ സ്വസ്ഥാനത്തേക്ക് തിരികെ സ്ഥാപിച്ചുവോ എന്നുള്ളതിന്റെ ഒരു സിമ്പിളായിട്ട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ഇതൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ രേഖകളും എല്ലാ ചരിത്ര സത്യങ്ങളും ഒരുപോലെ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും ഇതൊരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാ രേഖകളുടെയും വരികളിൽ അസന്നിഗ്ധമായി ഇത് പ്രതിഫലിക്കുന്നു. സാങ്കേതികമായി അനുരഞ്ജനവും പുനഃസ്ഥാപനവും ഉണ്ടായി എന്ന് വട്ടശ്ശേരിൽ മെത്രാന്റെ അനുഭാവികൾ ഇപ്പോഴും വാദിക്കുന്നുണ്ട്. പക്ഷേ സാങ്കേതികതയുടെയും നൈയാമികതയുടെയും വാദങ്ങൾ ഇറക്കുക എന്നത് അദ്ദേഹത്തിന്റെ അനുയായികളുടെ രീതി അന്നും ഇന്നും ഒരുപോലെ തുടരുന്നു. തീർച്ചയായും പരിശുദ്ധ പിതാവ് മെത്രാന് തന്റെ ആശ്ലേഷവും മുടക്ക് തീർപ്പും ഒരു താലത്തിൽ എന്ന പോലെ നിരുപാധികം വച്ച് നീട്ടി എന്നത് ശരി തന്നെ. പക്ഷേ മെത്രാനാകട്ടെ അത് സ്വീകരിക്കുന്നു എന്ന് വരുത്തി തിരികെ പോയ നിമിഷം മുതൽ അദ്ദേഹം അത് നിരസിച്ച് തള്ളിക്കളഞ്ഞു. കാരണം സ്നേഹത്തിന്റെയോ സഭയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന്റെയോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും വാക്കുകളും. അതിനാൽ പൂർണ്ണമായും കാപട്യം നിറഞ്ഞതായിരുന്നു മെത്രാന്റെ അനുതാപം എന്ന് അറിയാതെയാണ് എലിയാസ്ത്രുതിയൻ പാത്രിയർക്കീസ് ബാവ അദ്ദേഹത്തെ ആശ്ലേഷിച്ച് സ്വീകരിച്ചത്. ജനങ്ങളും പ്രത്യാശയോടെ സമാധാനം പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ചും പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പന ഇറക്കി നിങ്ങൾ എല്ലാവരും വട്ടശ്ശേരിൽ മെത്രാനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഉള്ള കൽപ്പനയും വായിച്ചു കഴിഞ്ഞപ്പോൾ ജനം വളരെ പ്രത്യാശയോടെ സമാധാനം പ്രതീക്ഷിച്ചു. പക്ഷേ സ്നേഹവായ്പോടെ തന്നോട് ക്ഷമിച്ച് തന്നെ ആശ്ലേഷിച്ച് മുടക്ക് തീർത്ത് സ്വീകരിച്ച തൻ്റെ അധിപനോട് സ്നേഹത്തോടെയും വിനയത്തോടെയും കീഴ്പ്പെട്ടും അനുസരണപ്പെട്ടും ഇരിക്കേണ്ടയാൾ, അതായത് വട്ടശ്ശേരിൽ മെത്രാപ്പൊലീത്ത ശേഷമുള്ള നാളുകളിൽ പ്രദർശിപ്പിച്ച ധിക്കാരവും ഉപയോഗിച്ച അഹങ്കാര വാക്കുകളും അവിശ്വസനീയം തന്നെയാണ്. തൻ്റെ പിതാവിനോട് പുച്ഛത്തോടെ ഒരു വേലക്കാരനോട് എന്ന പോലെ വട്ടശ്ശേരിൽ മെത്രാൻ സംസാരിച്ച വാക്കുകൾ ഏറ്റവും നിന്ദ്യവും അപലപനീയവുമാണ് എന്ന് ക്ഷമാപൂർവം പറയേണ്ടിയിരിക്കുന്നു. ബാവ എത്രമാത്രം താഴാമോ അത്രയും താഴ്ന്നിട്ടും വട്ടശ്ശേരിൽ മെത്രാൻ അത് ഗൗനിക്കുക പോലും ചെയ്യാതെ ധിക്കാര വാക്കുകളുടെ കർക്കശ്യം കൂട്ടുകയാണ് ചെയ്തത് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. പരിശുദ്ധ പിതാവ് സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വാതിൽ ഓരോ പ്രാവശ്യവും തുറന്നിട്ട് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചുവെങ്കിലും മുടിയനായ പുത്രനെ പോലെ അതിനെ കണ്ണുനീരോടെ സ്വീകരിച്ച് മുടക്ക് നീക്കപ്പെട്ടവനെ പോലെ അപ്പന്റെ ഭവനത്തിലേക്ക് കയറി കുളിച്ച് വസ്ത്രം മാറി പൊൻമോതിരവും അണിഞ്ഞ് വിരുന്നിൽ ഇരുന്ന് പങ്കെടുക്കുകയായിരുന്നില്ല വട്ടശ്ശേരിൽ മെത്രാൻ ചെയ്തത്. നേരെ മറിച്ച് ആ പിതാവിനെ ചവിട്ടി നീക്കി സഭയുടെ നശീകരണം എന്ന തൻ്റെ പഴയ ചെളിക്കുഴിയിലേക്ക് തിരിയുക ആണ് അദ്ദേഹം ചെയ്തത്. അതിനാൽ യാക്കോബായ സഭയിലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നും
അദ്ദേഹം എന്നേക്കുമായി ആ കാലങ്ങളിൽ തന്നെ തള്ളപ്പെട്ടു പോയി. അവരുടെ മനസ്സുകളിൽ മുടക്കപ്പെട്ടവനായി തന്നെ ഇന്നയോളവും നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് പാത്രിയർക്കീസ് എലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ: നിങ്ങളുടെ വാദങ്ങൾ പരസ്പര വിരുദ്ധം ആണ്. നിങ്ങൾ തർക്കത്തിൽ ജീവിച്ചു, പഠിച്ചു, തർക്കത്തിൽ തന്നെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നും പിരിയുകയും ചെയ്യും എന്നുള്ള വാക്കുകൾ വേദനയോടെ തന്നെ യാക്കോബായ സഭക്കാർ ഇന്നും ഓർക്കുന്നത്. ഇത് കണിയാമ്പറമ്പിൽ കുര്യൻ കോറപ്പിസ്കോപ്പ 2008 എഴുതി പ്രസിദ്ധം ചെയ്ത പുസ്തകത്തിന്റെ 138, 140 പേജുകളിൽ ഈ വാചകങ്ങളും ഇതിനോടനുബന്ധിച്ച സംഭവങ്ങളും കാണാം. വന്യ കോറപ്പിസ്കോപ്പമാരായ കണിയാമ്പറമ്പിൽ അച്ഛനും മൂലയിൽ അച്ഛനും ആദ്യത്തെ ആശ്ലേഷവും മുടക്ക് തീർപ്പും ഒരുപോലെ രേഖപ്പെടുത്തി എന്നത് ശരി തന്നെ. പക്ഷെ അതുകൊണ്ട് അവർ വട്ടശ്ശേരിൽ മെത്രാന്റെ സ്ഥിതി എൻഡോഴ്സ് ചെയ്തു, അതായത് അംഗീകരിച്ചു എന്ന് ഒരിക്കലും ആവുകയില്ല. അവർ ചരിത്രം രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഒരു ചരിത്രകാരൻ, ഉദാഹരണമായി ഹിറ്റ്ലർ 1939 ആരംഭിച്ച് 1945 അവസാനിച്ച രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് 6 മില്യൺ യഹൂദന്മാരെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്നുകളഞ്ഞു എന്ന് ഒരു ചരിത്രകാരൻ എഴുതിയാൽ ആ സംഭവം അയാൾ അംഗീകരിക്കുന്നു എന്ന് വരുമോ? ഒരിക്കലുമില്ല. ചരിത്രം രേഖപ്പെടുത്തുക മാത്രമാണ് ആ ചരിത്രകാരൻ അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വട്ടശ്ശേരിൽ മെത്രാന്റെ മുടക്കിനെ പറ്റി പാത്രിയർക്കീസ് എലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് അദ്ദേഹത്തെ ആശ്ലേഷിച്ച് സ്വീകരിച്ച് മുടക്ക് നീക്കിക്കൊടുത്തു എന്ന് ഉള്ള വസ്തുത ഈ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അവർ അത് എൻഡോഴ്സ് ചെയ്യുന്നു, അതായത് അത് സത്യമായി മുടക്ക് തീർക്കപ്പെട്ടു എന്ന് എൻഡോഴ്സ് ചെയ്യുകയല്ല ചെയ്തത്. ഇത് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ളവനും മനസ്സിലാകുന്ന കാര്യമാണ്. എലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് വട്ടശ്ശേരലിനോട് ആവർത്തിച്ച് പ്രസ്താവിച്ചത് തനിക്കും തൻ്റെ കീഴിലുള്ള എല്ലാ മെത്രാപ്പോലീത്തമാർക്കും ബിഷപ്പുമാർക്കും അവരുടെ മേലുള്ള കൈവപ്പില്ലാത്തതിൻ്റെ കറ മാറ്റുവാൻ അവർ വീണ്ടും മെത്രാഭിഷേകം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അതിനാൽ തൻ്റെ പക്ഷത്തെ മെത്രാന്മാരെ തൻ്റെ മുൻപാകെ കൊണ്ടുവരുവാൻ എലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ ആവർത്തിച്ച് വട്ടശ്ശേരിൽ മെത്രാപ്പൊലീത്തായോട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ മാത്രമേ അവർക്ക് നിയമാനുസൃതമായ മെത്രാപ്പൊലീത്ത സ്ഥാനം അല്ലെങ്കിൽ എപ്പിസ്കോപ്പ പദവി ലഭിക്കുകയുള്ളൂ എന്ന് പാത്രിയർക്കീസ് ബാവ ആവർത്തിച്ചു പറഞ്ഞു എന്ന് കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ 1982 വർഷം പ്രസിദ്ധം ചെയ്ത പുസ്തകത്തിൽ 86-87 പേജുകളിൽ കാണാവുന്നതാണ്. എന്നാൽ വട്ടശ്ശേരിൽ മെത്രാനാകട്ടെ ഈ ക്ഷണനവും ഈ അത്യാവശ്യകതയും പാത്രിയർക്കീസ് പറഞ്ഞ വാക്കുകളും പുച്ഛത്തോടെ നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ തനിക്ക് സഭാ കാനോൻ അനുശാസിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കാൻ കഴിയുകയില്ലെന്നും വീണ്ടും പട്ടത്വം സ്വീകരിക്കുക മാത്രമല്ലാതെ മറ്റൊരു ഉപാധിയുമില്ലെന്നും പാത്രിയർക്കീസ് അസന്നിഗ്ധമായി വട്ടശ്ശേരിൽ മെത്രാപ്പൊലീത്തായോട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ അർത്ഥം എന്താണ്? യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 മുടക്ക് നീക്കലുകളും സഭാ കാനോൻ അനുസരിച്ച് നടന്നിട്ടില്ലാത്തതോ സാധുതയുള്ളതോ ആയിരുന്നിരിക്കുവാൻ സാധിക്കുകയില്ല. ഈ 3 സംഭവങ്ങളും കാണിക്കുന്നത് 1931 എലിയാസ് തൃതീയൻ ബാവ സ്നേഹവായ്പോടെ ആശ്ലേഷിച്ചു നൽകിയ മുടക്ക് നീക്കൽ വട്ടശ്ശേരിൽ മെത്രാൻ ഉടൻ തന്നെ സ്വയം തട്ടി ദൂരെ കളഞ്ഞ് അതിന് ഇനി മേലിൽ താൻ അർഹനല്ലാത്ത വിധത്തിൽ സ്വയം പുറത്താക്കപ്പെട്ടവനാക്കി തീർത്തു. അതിനാൽ ഇതിന്റെ അർത്ഥവും വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നത് യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം 1932 ശേഷവും വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദീവന്നാസ്യോസ് എന്ന പേരായി നേരത്തെ അവരുടെ
മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന വ്യക്തി മുടക്കിൽ തന്നെ ആയിരുന്നു.